everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങളെങ്ങാനും നിങ്ങൾ ഓസ്ട്രേലിയക്ക് കൊണ്ടുവന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ആവും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒടുക്കത്തെ ഫൈൻ കിട്ടും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെ പറ്റി കുറച്ചുകൂടി അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ 1500 സ്റ്റുഡൻസ് ഹിറ്റ് ചെയ്യാറായി. അവരെല്ലാവരും ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് വരാനിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെയിം യൂണിവേഴ്സിറ്റിയുള്ള ഒരാളായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ സെയിം കോഴ്സ് പഠിക്കുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്യണമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കാം. നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2-3 ദിവസം എന്തായാലും മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും എനിക്ക് വന്നിട്ട് ഇവിടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞാൽ 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാനായിട്ട് വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രഗിൾ മനസ്സിലാക്കാത്ത ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന് ഉത്തരം എനിക്ക് ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത് കുറേ മെൻ്റലി സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും അതുകൂടാണ്ട് ഇപ്പോൾ ഏതെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ മൈഗ്രേഷൻ എന്നൊക്കെ ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾ അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്യുന്ന തൊട്ട് മുന്നേ നിങ്ങൾക്കൊരു സംഭവം കിട്ടും, അതാണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ്. എന്താണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ്? ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ മെയിനായിട്ടുള്ളത് മുൻഭാഗത്ത് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്. നിങ്ങളുടെ പേര്, നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ എമർജൻസി കോൺടാക്റ്റ്, നിങ്ങൾ എന്തിനാണ് വരുന്നത്, അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ്. അതിൻ്റെ പുറം ഭാഗം, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിൻ്റ്. അവിടെയാണ് എല്ലാവരും തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുറം ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ സാധനങ്ങളുണ്ടോ, ഈ സാധനങ്ങൾ നിങ്ങളുടെ പെട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓരോ സാധനങ്ങളുടെയും വന്നിട്ട് ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് യെസ് ഉണ്ട്, നോ ഉണ്ട്. യെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് നമ്മുടെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട്. നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ പറയാണ്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ജസ്റ്റ് ഡിക്ലെയർ ഇറ്റ്, ഡോണ്ട് ബി സോറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് തോന്നുകയാണ്, ദൈവം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഈ സംഭവം എൻ്റെ പെട്ടിയിലുണ്ടോ, അത് ആ സാധനമാണോ, ഈ സാധനമാണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എസ് ഇടുക, അതായത് ഡിക്ലെയർ ചെയ്യുക ഉണ്ടെന്ന്. അപ്പോൾ ഇൻ കേസ് അറിയാണ്ടെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു പണിയാവരുത്. പിന്നെ നിങ്ങൾ വിചാരിക്കണേ ചെറിയൊരു സാധനമല്ലേ അവരെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ വിചാരിക്കണമെങ്കിൽ ചുമ്മാ. അതായത് ഇവരിങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ പെട്ടി കടന്നു പോകുന്ന സ്റ്റേജസ് എന്ന് വെച്ചാൽ വളരെ അവർ കുറേ സ്ഥലത്ത് സ്കാൻ ചെയ്ത് അവർക്കെല്ലാം കാണാൻ പറ്റും, ആ പെട്ടിയുടെ അകത്തുള്ള എന്താണെന്ന് എല്ലാം കാണാൻ പറ്റും. അത് കൂടാണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഡോഗ് സ്ക്വാഡ് ഉണ്ട്, നമുക്ക് പട്ടികളൊക്കെ ഇങ്ങനെ ഓടിയിരുന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വെറുതെ എന്തിനാ, നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 3 കോൺസിക്വൻസസ് ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ വരെ ക്യാൻസലാകും, രണ്ടാമത്തെ നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം, മൂന്നാമത്തെ നമുക്ക് ഒടുക്കത്തെ ഫൈൻ എടുക്കാം. എന്തിനാ വെറുതെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് വേണ്ടാന്നുണ്ടെങ്കിൽ അവരത് എടുത്ത് കളയും, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷെ നിങ്ങൾ അറിയാണ്ട് വച്ചു, നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ആയതുകൊണ്ടാണെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ കോൺസിക്വൻസസ് വെറുതെ എന്തിനാ വെറുതെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലൊരു പേന ഉണ്ടെന്ന് ഉറപ്പെടുത്തുക. അപ്പം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് സമയത്ത് വന്നപ്പോൾ നമുക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്നിട്ട് വേറെ ഓടിയിടുന്ന ഇവിടെ നിങ്ങളുടെയൊക്കെ പേന കണ്ടുപിടിച്ചാണ് ചെയ്തത്. പിന്നെ അതുകൂടാണ്ട് നിങ്ങൾ ഈ ഇൻകമിങ് പാസഞ്ചർ കാർഡ് ഒരു പരിചയമായിട്ട് വയ്ക്കുക, അത് എന്തൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതുകൂടാണ്ട് ഈ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഉള്ളതല്ല. നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വരുന്നിടത്ത് ഞാനല്ല എൻ്റെ പെട്ടി പാക്ക് ചെയ്തത്, എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും കൂടിയാണ് പാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളാവണമെന്നില്ല.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെയും കൂടി കാണിക്കുക. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചങ്ങിരുത്തി ഈ വീഡിയോ കാണിക്കുക. കാര്യം അവരും കാണണം. അല്ലെങ്കിൽ എന്നെ വെച്ചെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ആണെങ്കിൽ ഇതുകൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഇതാണ്. നമ്മുടെ ഫാമിലി അങ്ങനെയാണല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ അവരൂടി കണ്ട് നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം കൊണ്ട് അതോട് കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇരട്ടി പണി ആവരുത്തില്ല. അപ്പോൾ അവരെയും കൂടി വിളിച്ചിരുത്തി കാണിക്കും. എന്തായാലും കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനം, അതിനകത്ത് ഒന്നാമത്തെ സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെടി ഒക്കെ കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല ആരാ കൊണ്ടുവരുന്നത്, പക്ഷേ ഇൻ കേസ് തോന്നുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് കൊണ്ടുവരുന്നത്. അത് ഇവിടെ ഭയങ്കര സീനാണ്. ഭയങ്കര സീനാണ് അങ്ങനത്തെ കാര്യത്തിൽ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സ്. അത് ചിലവർ അബദ്ധം പറ്റി കൊണ്ടുവരാറുണ്ട്. എന്തെങ്കിലും വിത്തൊക്കെ ഇപ്പോൾ ചിലവർ ഇവിടെ വന്നിട്ട് അത് നട്ട് വളർത്താമെന്നൊക്കെയുള്ള രീതിയിൽ. അത് ഞാൻ കൂടുതലും കേട്ടേക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പാരൻസൊക്കെ പിന്നീട് വരാൻ നേരത്ത് അവരറിയാണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഫൈനൊക്കെ കിട്ടിയേക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാനുള്ളത് സീഡ്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും. അപ്പം അതിനകത്ത് പെടുന്നതാണ് നമ്മുടെ ഈ അരിയും ഗോതമ്പും ഒക്കെ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്നും എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ചെടിയോ ഒരു സീഡ്സോ കൊണ്ടുവരാൻ പറ്റില്ല. മൂന്നാമത്തെ സംഭവമാണ് മണ്ണ് അല്ലെങ്കിൽ സോയിൽ എന്ന് പറഞ്ഞത്. മണ്ണ് അല്ലെങ്കിൽ സോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മണ്ണ് ചോർന്നു കൊണ്ടുവന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ചില സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫുഡ് ഐറ്റംസ് വരെ മണ്ണ്, ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡേഴ്സിൽ ചിലതിൽ മണ്ണുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ മുൾട്ടാനി മിട്ടി വന്നിട്ട് ഫൈൻ അടിച്ചേക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഫേസ് മാസ്കിൽ ചിലതിൽ ഇപ്പോൾ ക്ലേ ഒക്കെ മണ്ണൊക്കെ ഉള്ളത് അതിനൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പം അങ്ങനെ മണ്ണടങ്ങുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും കൊണ്ടുവരാനേ പാടില്ല. കാര്യം ഇപ്പോൾ പറഞ്ഞ മണ്ണും ചെടിയും വിത്തും ഒക്കെ ഓസ്ട്രേലിയയുടെ ബയോസെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യും മോശമായിട്ടെന്നുള്ള രീതിയിൽ അവർ എന്ന് വെച്ചാൽ ഇവരുടെ ബയോസെക്യൂരിറ്റി അവർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി വാളും. അപ്പോൾ ഇതൊന്നും കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൽ ഒന്നാണ് ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ്. ഇപ്പോൾ പറയുവാണെങ്കിൽ കത്തി ആയിക്കോട്ടെ, കത്രിക ആയിക്കോട്ടെ, നെയിൽ കട്ടർ വരെ ശരിക്കും പറഞ്ഞാൽ ഷാർപ്പ് ഐറ്റം ആയതുകൊണ്ട് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൽ വരുന്നവരാണ്. പക്ഷേ ചിലവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കൊണ്ടുവന്ന എന്താണ് കൊണ്ടുവന്നോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ സേഫായിട്ട് കളിക്കുക. നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഇവിടെ എത്തിപ്പെടുന്നതാണ്. അതിനാണ് നമ്മൾ വന്നത്. അതിന് വേണ്ടിയിട്ടൊരു 40 രൂപയുടെ നെയിൽ കട്ടറിൻ്റെ നഷ്ടം വിചാരിച്ചിട്ട് $1000 ഫൈൻ അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാക്കരുത്. നമുക്കിതൊക്കെ ഇവിടെ കിട്ടും, എന്തിനാ വെറുതെ. അപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ. അത് ഭയങ്കര പ്രൊഹിബിറ്റഡ് ആണ്. കാര്യം അത് സേഫ്റ്റിക്ക് എതിരെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരാനായിട്ട് പാടില്ല. അതിപ്പോൾ ക്യാബിൻ ആയിക്കോട്ടെ, ചെക്കിൻ ബാഗ്, ഏത് ബാഗിലാണെങ്കിലും കൊണ്ടുവരാനായിട്ട് പാടില്ല. ഫുഡ് ഐറ്റംസിലേക്ക് കിടക്കാൻ നേരത്തെ എല്ലാവർക്കും അറിയാം വീട്ടിലുണ്ടാക്കിയ ഒരു സാധനവും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല, പ്രൊഹിബിറ്റഡ് ആണ്. അതിനകത്ത് തന്നെ നമ്മൾ കൊമേഴ്ഷ്യലി പാക്ഡ് ആൻഡ് സീൽഡ് ആണെന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇനി ഈ കൊമേഴ്ഷ്യലി പാക്ഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റാത്തതുണ്ട്. അതായത് അതിനകത്ത് എന്തെങ്കിലും മീറ്റ് പ്രൊഡക്റ്റ്, അതായത് ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, പോർക്കായിട്ടെ, എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന ഈ കൊമേഴ്ഷ്യലി പാക്ഡ് ആൻഡ് സീൽഡ് എന്ന് പറഞ്ഞ സംഭവത്തിലുണ്ടെങ്കിലും അതും പ്രശ്നമാണ്, അത് പ്രൊഹിബിറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഡയറി ഐറ്റംസ് ഇതിനകത്ത് ഈ പറഞ്ഞ പ്രൊഡക്ട്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്, അതും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഡയറിയും മീറ്റും കണ്ടെയ്ൻ ചെയ്ത എന്ത് ഫുഡ് പ്രൊഡക്ട്സ് ആണെങ്കിലും കൊണ്ടുവരാനായിട്ട് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആണെങ്കിൽ എന്തായാലും കൊണ്ടുവരാതിരിക്കുക. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം? നമുക്ക് ഇവിടെ വന്ന് പെടുക എന്നതല്ലോ. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പില്ല, സംശയം തോന്നുന്ന എന്ത് ഐറ്റം ആണെങ്കിലും കൊണ്ടുവരാതെ മാറ്റി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക, എന്ത് സംശയം ഡിക്ലെയർ ചെയ്യുക. ഇനി കറി പൗഡേഴ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് വീട്ടിലുണ്ടാക്കിയ ഒരു സംഭവം കൊണ്ടുവരാതിരിക്കുക. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ആദ്യമായിട്ട് വരുന്നത് എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചു, ചേച്ചി വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ പോലെ. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് ഞാൻ പറയത്തില്ല. ഇവിടെ എല്ലാ സംഭവവും കിട്ടും. ഇവിടെ നിറയെ ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈവൻ കറി പൗഡേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില കറി പൗഡേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്, അവരത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഒരു സാധനം കൊണ്ടുവരാതിരിക്കുക. പിന്നെ ചിലവർ അച്ചാർ കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്, ഫിഷ് പിക്കിൾ, അതൊന്നും ഇവിടെ കൊണ്ടുവരാമല്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടെയ്ൻ ചെയ്തേക്കണതാണ്, അതൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ പറയാൻ നേരത്തെ എനിക്ക് പറയാനുള്ളതാണ്, ഇപ്പോൾ ഗോതമ്പൊടി ആട്ട കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഈ ഗോതമ്പൊടി ആട്ട എന്ന് പറഞ്ഞ സംഭവം കുറച്ച് കൺട്രീസ്, അതായത് FMD ഫ്രീ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്തുള്ള കൺട്രീസിന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യ ആ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അരിയുടെ കേസ്, അരിയോ ഗോതമ്പോ ഒന്നും ഒറ്റ രാജ്യങ്ങൾക്കും കൊണ്ടുവരാൻ
കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇപ്പോൾ പാലോ എണ്ണയോ, ഡയറി പ്രൊഡക്ട്സ് എണ്ണയില്ല കേട്ടോ, വെണ്ണ, പാല്, വെണ്ണ, ചീസ് അങ്ങനത്തെയൊക്കെ ആണെങ്കിലും അതിനും ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്തും ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനത്തെ സാധനം മാത്രമല്ല, അങ്ങനത്തെ ഉള്ള അത് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഒരു ഫുഡ് ഐറ്റംസും കൊണ്ടുവരാനായിട്ടും പാടില്ല. എനിക്ക് പറയാനുള്ളത് വുഡൻ ഐറ്റംസിനെ പറ്റി. വുഡൻ ഐറ്റംസിൻ്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലവരിങ്ങനെ കയ്യിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോല് അങ്ങനെ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ഐറ്റംസ് ഉണ്ടോ എന്ന് അവർ മറ്റേ ഇൻകമിങ് പാസഞ്ചർ കാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം, ഡിക്ലെയർ ചെയ്യുക. കാര്യം ഇതും ഈ മരം റിലേറ്റഡ് എന്നുള്ള രീതിയിൽ അവരുടെ ബയോ സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവരാം, പക്ഷെ എന്തായാലും ഡിക്ലെയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷൂസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1-2 തവണ ഇട്ട ഷൂസിൽ ചിലപ്പോൾ മണ്ണൊക്കെ പോയിട്ട് നിങ്ങളുടെ ബാഗിലുണ്ടാവും. അപ്പം അതും ഇവിടെ പ്രശ്നമാണ്. അവിടെ നിന്ന്, അതായത് ആ മണ്ണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മണ്ണാണ്, അത് നമ്മൾ ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ ഷൂസ് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈവൻ ദോ ക്ലീൻ ആണെങ്കിൽ പോലും. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ വുഡൻ ഐറ്റംസിൽ ടിക്ക് ചെയ്തിരുന്നു, ഈ ഷൂസിൻ്റെ ഇതിനകത്ത് ഞാൻ ടിക്ക് ചെയ്തിരുന്നു. ഷൂസ് എന്നല്ല, ഷൂസ് അവർ ചോദിച്ചിരുന്നു ഇങ്ങനെ മണ്ണുള്ള ഷൂസ് ഉണ്ടോ. നമ്മൾ ക്ലീൻ ആണെങ്കിൽ നമ്മളങ്ങ് ഡിക്ലെയർ ചെയ്യുക. എന്തിനാ വെറുതെ ഡിക്ലെയർ ചെയ്താൽ നമ്മുടേതൊന്നും പോകാനില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത മെഡിസിൻസിൻ്റെ വരാനത്തെ എല്ലാവർക്കും അറിയാം, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരു മെഡിസിനും കൊണ്ടുവരരുത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, 3 മാസത്തിൽ താഴെയുള്ള മെഡിസിൻ, അതായത് 1 വർഷത്തേക്കുള്ള മെഡിസിൻ ഒന്നും കൊണ്ടുവരരുത്. നമുക്ക് ഒരു 1-2 മാസത്തേക്കുള്ള, അതാണ് മാക്സിമം അത്രയും കൊണ്ടുവന്നാൽ മതി. കാര്യം അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് പ്രശ്നമാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു, സിഗരറ്റ്സൊക്കെ എനിക്കൊന്ന് 10-12 എങ്ങാണ്ടാണ് മാക്സിമം കൊണ്ടുവരാനുള്ളൂ. എന്തിനാ കൊണ്ടുവരണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരാതെ ഇരിക്കുക. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് ശ്രമിക്കുക. ഞാൻ അഡ്വാൻസിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എൻ്റെ ഈ ചാനൽ ഞാൻ 10K ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാനത് അഡ്വാൻസേ പറയുകയാണ്. കാര്യം ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര തിരക്കാണ്. എനിക്ക് പ്ലേസ്മെൻറ്റും ക്ലാസ്സും പിന്നെ അതുകൂടാണ്ട് ജോലിയൊക്കെ നടക്കണം. എനിക്ക് ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഫ്രീ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കത്തില്ല, പക്ഷേ അഡ്വാൻസ് പറയാണ്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയണ്ട. എനിക്കറിയാം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് അതിന് മാത്രം മെസ്സേജസ് കിട്ടേണ്ടി വേണം. ഞാൻ ഇവിടെ അയച്ചേക്കാം, എനിക്ക് അതിന് മാത്രം മെസ്സേജസ് കിട്ടുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 10K ആക്കാനായിട്ട് സഹായിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.